നിന്നും നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം തട്ടിയെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വീണ്ടും ഇന്ത്യക്ക് നേരെ വിഷം ചീറ്റി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വെള്ളത്തിന്റെ പേരിൽ ഇന്ത്യയെ വരിഞ്ഞുമുറുക്കാമെന്ന വ്യാമോഹമാണ് ഷെരീഫ് വിളിച്ചു പോകുന്നതും. വീണ്ടും ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന ഭീഷണിയും മുഴക്കുന്നുണ്ട്. ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഞങ്ങളുടെ വെള്ളം തടയാൻ ശ്രമിച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് തട്ടിയെടുക്കാൻ കഴിയില്ല എന്ന് ഓർക്കുക. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് പറയുന്നത്. സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് വീണ്ടും ഇന്ത്യക്ക് നേരെ വിഷം ചീറ്റുന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക് ആവശ്യമായ സാധനങ്ങൾ പോലും, അതായത് വെള്ളം, പാൽ ഉൾപ്പെടെയുള്ളവ നൽകാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാദേശിക വ്യാപാരികളോട് ഇവർക്കിത് നൽകരുത് എന്നാണ് പാകിസ്ഥാൻ സർക്കാർ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം US സന്ദർശിച്ച സൈനിക മേധാവി അസീം മുനീറും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ മുൻ മന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോ അടക്കം ഇന്ത്യക്ക് നേരെ വെല്ലുവിളി നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. സമാനമായി സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഭീഷണികൾ മുഴക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു ഷഹബാസ് ഷെരീഫ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്താനുള്ള ഏതൊരു ശ്രമത്തിനെതിരെയും ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നതും. അതേസമയം ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു 1960 ആ ഉടമ്പടി ഇന്ത്യ മരവിപ്പിച്ചതും. ആക്രമണത്തിന് പ്രതികാരമായി തന്നെ ന്യൂഡൽഹി പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു. മെയ് 10 4 ദിവസത്തെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതേസമയം സിന്ധു നദി, അതിന്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ നിയന്ത്രണം ഇന്ത്യയിൽ എത്തുകയും 1954 ലോകബാങ്ക് മധ്യസ്ഥത വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. 6 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളായ ചെനാബ്, സിന്ധു എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് ലഭിക്കുകയും കിഴക്കൻ നദികളായ സത്ലജ്, ബിയാസ്, രവി എന്നിവയിൽ നിന്നുള്ള ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്കും ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്നതായിരുന്നു കരാറിൽ പറഞ്ഞിരുന്നത്. നിശ്ചിത വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജലസേചനം, അനിയന്ത്രിതമായ ജലവൈദ്യുതി ഉൽപാദനം, കുടിവെള്ള വിതരണം, നാവിഗേഷൻ എന്നിവയുമായി ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാമെന്നായിരുന്നു കരാറിൽ വ്യക്തമാക്കിയിരുന്നത്. ബക്ര നങ്കൽ അണക്കെട്ട്, അതുപോലെ തന്നെ രഞ്ജിത് സാഗർ അണക്കെട്ട്, പോങ് അണക്കെട്ട്, നീണ്ട കനാൽ ശൃംഖല എന്നിവയിലൂടെ തന്നെ ഇന്ത്യ കിഴക്കൻ നദികളുടെ ഏതാണ്ട് മുഴുവൻ വിഹിതവും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കൃഷിക്ക് ആവശ്യത്തിന് ജലം ലഭിക്കാത്തതിനാൽ പാകിസ്ഥാനിലെ കർഷകർക്കിടയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നതിനിടയിലാണ് വീണ്ടും ഇന്ത്യക്ക് നേരെ വെല്ലുവിളി അല്ലെങ്കിൽ ചില ഭീഷണികൾ മുഴക്കിക്കൊണ്ട് ഈ നേതാക്കന്മാർ രംഗത്ത് വരുന്നതും. പാകിസ്ഥാനിലെയും പഞ്ചാബിലെയും മറ്റുമാണിപ്പോൾ വെള്ളം കിട്ടാതെ കർഷകർ ഏറെയധികം പ്രകോപിതരായിക്കൊണ്ട് ആ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നത്. പാകിസ്ഥാന്റെ 25% GDP പിന്തുണയ്ക്കുകയും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നുവെന്നതും മറ്റൊരു വസ്തുതയാണ്. സിന്ധു നദീതടം എന്നതാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ 80% കൃഷിഭൂമിയും സിന്ധു നദീതട സംവിധാനത്തിൽ നിന്നുള്ള വെള്ളത്തിൽ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 60%-ലധികം ആളുകൾ നേരിട്ടോ അല്ലാതെയോ തന്നെ ഇങ്ങനെ ഇത് ആശ്രയിക്കുന്നുണ്ട്. ലാഹോർ, കറാച്ചി, മുൾട്ടാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഈ സംവിധാനത്തിൽ നിന്നുള്ള വെള്ളമാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.